IPS ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ തുറങ്ങിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ ഞങ്ങൾ നേതൃത്വമൊരുക്കമാണ്. അതുകൊണ്ട് പൊതുജനത്തെ नया कारवां नया हिंदुस्तान है. മുന്നോട്ട് പോകാനുള്ള അവസരം നിങ്ങൾ നിഷേധിക്കരുത്. ഈ യുവജനത്തെ, ഈ യുവത്വത്തെ തടുത്തു നിർത്തുവാൻ നിങ്ങളുടെ ഫോഴ്സ് കൊണ്ട് കഴിയുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഞാൻ പറയുന്നു, അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ പ്രവർത്തകരോട് ഇനി നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുന്ന പ്രവർത്തകരാണ് ഞങ്ങളുടെയെങ്കിൽ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഈ ബാരിക്കേഡ് തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, ബാരിക്കേഡ് മാറ്റാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണമെന്നും അതിന് നമ്മൾ കാത്തുനിൽക്കാൻ തയ്യാറാണ്. ഞങ്ങൾ വളണ്ടിയേഴ്സ് മുന്നിൽ വന്നുകൊണ്ട് ബാരിക്കേഡ് പിറകിൽ നിൽക്കുന്ന പോലീസിനും സംരക്ഷണം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. नया कारवां नया हिंदुस्तान है. പൊതുജനങ്ങൾക്ക് കടന്നു പോകാനുള്ള സാഹചര്യം ഇതുണ്ടാക്കി തരണം. പരേഡ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയാലല്ലാതെ മാറുകയില്ല എന്ന് ഒന്നെങ്കിൽ 10,000-കണക്കായ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് വെടിവെച്ചു കൊല്ലാം. പറയുന്നു, ഇനി പോലീസുകാർക്ക് തീരുമാനിക്കാമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തന്നാൽ എല്ലാ സഹോദരങ്ങളും പൊതുജനങ്ങളും നമ്മുടെ പൊതുയോഗ ഗ്രൗണ്ടിലേക്ക് പോകാൻ തയ്യാറാകണമെന്നും ഉന്നത ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ആവശ്യം അംഗീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാഞ്ചി, നിങ്ങളുടെ തോക്കില് നിങ്ങൾ കുണ്ട നിറക്കാവുന്നതാണ്. മുകളിലേക്ക് ആകാശത്തേക്ക് നിങ്ങൾ വെടിവെക്കേണ്ടതില്ല. ചുവപ്പ് കാടും നിങ്ങൾ കാണിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വെടിവെക്കാവുന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത്. പ്രവർത്തകർ പിന്നോട്ട് പോകണം. ഇനിയുള്ള പണി പോലീസിന്റെയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ വളണ്ടിയർ പരേഡിൽ അണിനിരുന്ന മുഴുവൻ കേഡറ്റുകളും നമ്മൾ അതിന് നേതൃത്വം നൽകിയ ലീഡേഴ്സിനെയും അറസ്റ്റ് ചെയ്ത് നീക്കുവാനും മറ്റ് നമ്മുടെ പരിപാടികൾ നടത്തുവാനും പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു, ഉടനെ തന്നെ ഈ പോലീസിന്റെ പുറകിലുള്ള മുഴുവൻ ആളുകളും ഉടനെ തന്നെ സമാപനം